സുഹൃത്തുക്കളെ 4 വോട്ടുള്ള ഒരു ആളാണ് ഇവിടെ നിൽക്കുന്നത്. രമേശേട്ടാ നമസ്കാരം. ആദ്യം തന്നെ പാലക്കാടിലേക്ക് സ്വാഗതം. സംവിധായകനായി, നടനായി, മിമിക്രി ആർട്ടിസ്റ്റായി, ഇപ്പൊ രാഷ്ട്രീയക്കാരനെ എത്തി നിൽക്കുന്നു. എന്താണ് ഇപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സംവിധായകനായി, നടനായി, മിമിക്രി ആർട്ടിസ്റ്റായി എന്നല്ല, മിമിക്രി ആർട്ടിസ്റ്റായി, നടനായി, സംവിധായകനായി, അതാണ് അതിന്റെ ഓർഡർ. അവിടുന്ന് വന്നു. അവിടുന്ന് അതിനിടയിലൊക്കെ ഒരുപാട് കാലം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഇത്രയും നല്ല ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നല്ല മണ്ഡലത്തിൽ UDF പോലൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണാം. തീർച്ചയായും. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, പാലക്കാടായിട്ടുള്ള രമേശ് ഇപ്പൊ അറിയിച്ചു നമ്മളെല്ലാരും. ഇതുവരെ അറിയില്ലായിരുന്നു, ഇപ്പൊ എല്ലാരും അറിഞ്ഞു. അതെ. പിന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതി, എന്തെങ്കിലും മാറ്റം പാലക്കാടിന് വരുത്തണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മാറും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നിൽക്കും. ഞാൻ എന്നാൾ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട് പകുതിയാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പൂർത്തീകരിക്കുക എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമാണ്. ഞാനത് ചെയ്യും. നല്ല കാര്യങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉറപ്പായിട്ടും കൂടുതലായിട്ട് ശക്തിയുക്തം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പാലക്കാട്ടുകാർക്ക് എപ്പോഴാണ് മമ്മൂക്കനെന്ന് കാണാൻ പറ്റുക? എന്തെങ്കിലും ഹോപ്പുണ്ടോ? ഇതുപോലെ ഒരാൾ എന്നോട് ചോദിച്ചതാണ് അദ്ദേഹം വരുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണിച്ചു തരും. പ്രതീക്ഷിക്കലല്ല, ഉറപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി NMR റസാഖാണ്. അപ്പൊ NMR റസാഖ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാലക്കാട്ടിലേക്ക് ഒരു മുഖവര വേണ്ട, ഞാനൊക്കെ ചെറുപ്പം തൊട്ട് കണ്ട് എന്റെ അയൽവാസി കൂടെയാണ് ഇദ്ദേഹം. അപ്പോ റസാഖണ്ണ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. റസാഖണ്ണ, അപ്പൊ എന്താണ് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയാവുന്നത്, നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ മണ്ണാണ്. അപ്പോ എന്താണ് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പാലക്കാട്ടുകാരനെ തെരഞ്ഞെടുക്കുക, കയ്യെത്തും ദൂരത്തിൽ MLA കൊണ്ടുവരിക, അതാണ് പറയാനുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UDF ആണ് നമ്മുടെ പാലക്കാട് മണ്ഡലം ഭരിക്കുന്നത്. അപ്പോ UDFന്റെ ആ ഒരു പ്രവർത്തനത്തില് നമ്മള് ജനങ്ങള് സാറ്റിസ്ഫൈഡ് ആണോ? ആണോ? ആയിരിക്കാം. മതിയോ? കുറച്ചും കൂടെ വേണം. നമ്മളുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ മതിയോ എന്നൊരു ചോദ്യമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് ഇടതുപക്ഷം ഈ സീറ്റ് പിടിമുറുക്കിയതും പിടിച്ചെടുക്കാൻ പോകുന്നതും. ഓക്കെ, അങ്ങനെ നമ്മൾ പാലക്കാടിനോട് എന്തെങ്കിലും ഇന്നൊരു സ്വപ്ന പദ്ധതി, ഇന്നത് ചെയ്യണം, എന്നെ കൊണ്ട് ഇന്ന ചെയ്യണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാലക്കാട് ഒരു നഗരസഭയും 3 പഞ്ചായത്തും കൂടിയിട്ടാണ്. സമഗ്രമായ ഒരു വികസനമാണ് ലക്ഷ്യം. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പദ്ധതി മാത്രമല്ല അവിടെ ചെയ്യേണ്ടത്. അനേകം പദ്ധതികൾ നമ്മൾ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ പദ്ധതികളെയും നമുക്ക് കഴിയാവുന്നത്ര, പ്രത്യേകിച്ച് 3ാം പിണറായി സർക്കാരിൽ ഭരണപക്ഷത്തിലേക്കുള്ള ഒരു MLA പാലക്കാട് അസംബ്ലിയിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണം പാലക്കാട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. സമഗ്രമായ ഒരു വികസനം പാലക്കാട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. നമസ്കാരം. ഇന്ന് എന്നോട് കൂടെ ഉള്ളത് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ തന്നെ BJPയുടെ ഒരു കരുത്തുറ്റ സ്ത്രീ ശബ്ദമാണ് ശോഭാ സുരേന്ദ്രൻ. മത്സരിച്ച ഓരോ ഇലക്ഷനിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. ശോഭ ചേച്ചി നമസ്കാരം. അപ്പോ വീണ്ടും പാലക്കാട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോ ഒരുപാട് കാലങ്ങളായി LDFും UDFും മാറി മാറി ഭരിച്ചൊരു മണ്ഡലമാണ്. അപ്പോ ജനങ്ങളോട് ചേച്ചിക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ഈ പാലക്കാടിന്റെ വികസനം എന്നുള്ളത് ഏറെക്കാലത്ത് സ്വപ്നമാണ്. 2 മുന്നണികൾക്കും ആ വികസനം ചെയ്യാൻ സാധിക്കാതെ നിന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അവർ ഈ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയല്ല അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് 15 വർഷക്കാലത്തേക്ക് ജനം തെരഞ്ഞെടുത്ത ഒരു MLA വണ്ടി കയറി വടകരയ്ക്ക് പോയി. അദ്ദേഹം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയുടെ ഒരു കോപ്പി ഞാൻ വേണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൈമാറാൻ തയ്യാറാണ്. പറഞ്ഞ 11 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. അതോടൊപ്പം തന്നെ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ട് ഈ MLAയോട് വിവേചനപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അതിനാണല്ലോ നമ്മുടെ ശബ്ദം, അതിനാണല്ലോ നമുക്ക് ഇച്ഛാശക്തി. അപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റു നിന്നുകൊണ്ട് അവരുടെ MLAമാർക്ക് അതത് പ്രദേശങ്ങളിലെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്നതിന് തുല്യമാണ്. ഒരു MLA എന്നുള്ള രീതിയിൽ 5 കോടി രൂപയുടെ വികസനം പാലക്കാട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതല്ല, 700 കോടി രൂപയുടെ വികസന പ്രക്രിയ അത് 3 മാസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. 700 കോടിയുടെ വികസന പാക്കേജ് 100 ദിവസത്തിനകം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് MLA ആയി വിജയിച്ചാൽ എൻ്റെ പ്രവർത്തനത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. അതിന് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ദേശീയ തലത്തിൽ നിന്ന് വാങ്ങാൻ
ദേശീയ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ. മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർക്ക് വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തി, അദ്ദേഹം തീർച്ചയായിട്ടും കർഷകരുടെ കണ്ണീരൊപ്പം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പാലക്കാട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് പൂവണിയിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനം സ്വീകരിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.